മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ദുഷ്ടന്മാർക്കൊക്കെ നല്ല പണി കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ കമലേശ്വരത്ത് തോമസ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തോമസ് ഡോക്ടർ ദുർഗേനെയും മഞ്ജുവിനെയും കാണുമ്പോൾ തന്നെ തോമസ് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് കണ്ണനോടൊട്ടും സ്നേഹമൊന്നുമില്ല. ഇവർക്ക് സ്നേഹം മുഴുക്കെ കണ്ണൻ്റെ സ്വത്തിനോടും പണത്തിനോടുമാണ്. ഇവർ കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഒരു തുള്ളി പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിവരമൊക്കെ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മഹാലക്ഷ്മി കണ്ണന് കൊടുത്ത മരുന്നിൻ്റെ ബാലൻസ് ഇരുന്ന മരുന്ന് ഡോക്ടർക്ക് സംശയം തോന്നി കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആ മരുന്ന് ഡോക്ടർ വൈദ്യശാലയിൽ ചെല്ലുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ആ മരുന്നിൽ വേറെ എന്തോ ഒരു മരുന്നും കൂടി ചേർന്നിട്ടുണ്ട്. ആ മരുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ണന് ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ഫലിക്കില്ല. മറുമരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് കണ്ണൻ്റെ ഉള്ള ആരോഗ്യം കൂടി പോകുള്ളൂ എന്നുള്ള വിവരമൊക്കെ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വിവരം ഡോക്ടർ മഹാലക്ഷ്മിയെ വിളിച്ച് അങ്ങനെ തന്നെ പറയുന്നുമുണ്ട്. മോളുടെയും കണ്ണൻ്റെയും ചുറ്റും ശത്രുക്കളാണ്, മിത്രങ്ങളായിട്ടുള്ളവരാരുമില്ല. നിങ്ങൾ ഏത് വിധേനയും അപായപ്പെടുത്തണം എന്നുള്ള ചിന്ത കൊണ്ട് നിൽക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് മോൾ നല്ലോണം സൂക്ഷിക്കണം. മോളുടെ കണ്ണന് കൊടുക്കുന്ന മരുന്നിൽ അവർ എന്തോ ഒരു മറുമരുന്ന് ചേർത്തിട്ടുണ്ട്. ആ മരുന്ന് നിരന്തരം കണ്ണൻ്റെ ശരീരത്തിൽ ചെന്നാൽ കണ്ണൻ്റെ പ്രതിരോധശേഷിയൊക്കെ പോയി ആരോഗ്യം നശിച്ച് കണ്ണൻ മരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം കണ്ണൻ മരിച്ചിട്ട് കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ അവർക്ക് കൈക്കലാക്കുക എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് മോള് തൽക്കാലം ഈ വിവരം അറിഞ്ഞതായിട്ട് ആരോടും കാണിക്കണ്ട. കണ്ണനോട് വിവരങ്ങളൊക്കെ പറയുക. ഇത് മറ്റുള്ളവരോട് അറിഞ്ഞു എന്ന് ഭാവിക്കരുത്. അല്ലാതെ തന്നെ നമ്മൾക്കിതിൻ്റെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് തെളിവോടുകൂടി വേണം അവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോൾ തൽക്കാലം ആരെയും അറിയിക്കുന്നില്ല. ഇത് ചെയ്യുന്നവർ ആരാണെങ്കിലും അവരെ തെളിവോടുകൂടി പിടിച്ചിട്ട് നമുക്ക് അതിനുള്ള ചുട്ട മറുപടി കൊടുക്കണം. ഇങ്ങനെയുള്ളവരെ ഇനി നമ്മൾ മിണ്ടാതിരുന്നാൽ ഇവരുടെ ഇത് കൂടുകയുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് തക്കതായ മറുപടി തന്നെ കൊടുക്കണം എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷം മഹാലക്ഷ്മി കണ്ണനോട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇപ്പോൾ ഇത് ആരോടും ചോദിക്കുകയൊന്നും ചെയ്യരുത്. ഇതിന് വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദുർഗ വിളിച്ചതിനനുസരിച്ച് വാമദേവൻ വരുന്നുണ്ട്. വാമദേവൻ വന്നിട്ട് ദുർഗയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇന്ന് ആ തോമസ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മരുന്ന് അയാൾ കൊണ്ടുപോയി. ഇനി അയാൾക്ക് അതിൽ നിന്നും ഇതിൽ നമ്മൾ മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. മനസ്സിലായാൽ നമുക്കത് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ പറയും, പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് എന്തായാലും അയാൾക്ക് മനസ്സിലാവുകയൊന്നുമില്ല. അയാൾ അത്രയ്ക്ക് വല്ല കഴിവുള്ള ആളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ച പൊടി എന്താണെന്നൊന്നും അയാൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. പിന്നീട് പറയുന്നുണ്ട്, നമുക്ക് മേഘനാഥൻ്റെയും മഞ്ജുവിൻ്റെയും കല്യാണം നടത്തണ്ടേ, അത് എത്രയും വേഗം നടത്തണം. കണ്ണൻ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് എത്രയും വേഗം തന്നെ നടത്താൻ നോക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും കൂടി റൂമിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാമദേവൻ ഇങ്ങനെ പറയാണ്, കണ്ണ, നമുക്ക് ഇവരുടെ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിനക്കും മേഘനാഥനും ഒരുമിച്ച് പഠിച്ചതല്ലേ നിങ്ങൾ? അപ്പോൾ ഒരേ പ്രായമല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞല്ലോ. 3 കല്യാണം ഒരുമിച്ച് നടത്താനല്ലേ നമ്മൾ ഇരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയുടെയും കണ്ണൻ്റെയും കല്യാണം കഴിഞ്ഞു, മഞ്ജുവിൻ്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് എത്രയും വേഗം നടത്താമെന്ന് പറയുമ്പോൾ കണ്ണൻ വാമദേവനോട് പറയുന്നുണ്ട്, മേഘനാഥനക്ക് എന്തായാലും ഞാൻ എൻ്റെ അനുജത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. ഞങ്ങൾ 2 അമ്മയുടെ മക്കളാണെങ്കിലും ഞങ്ങളുടെ അച്ഛനൊന്നാണ്. അത് തന്നെയുമല്ല, മഞ്ജു ജനിച്ചപ്പോൾ മുതൽ ഞാൻ മഞ്ജുവിനെ അത്രയ്ക്കും സ്നേഹിച്ചാണ് കൊണ്ടുപോയി നടക്കണേ. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ അതുപോലെയുള്ളൊരു ഭ്രാന്തൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കില്ല. അവനക്ക് അമ്മേനെയും പെങ്ങളെ ഒന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത അത്രയ്ക്കും വൃത്തികെട്ട സ്വഭാവമുള്ളവനാണെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അത് അവൻ്റെ പ്രായത്തിൻ്റെ അല്ലേ, കുറച്ച് പക്വതക്കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അത് അവൻ നന്നായല്ലോ. ഇപ്പോൾ പണ്ട് അവൻ അങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോൾ അവനെ കൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലാഞ്ഞിട്ടാണോ സാഗറിനെ പറഞ്ഞു വിട്ട് എന്നെയും എൻ്റെ ഭാര്യയും തമ്മിൽ തെന്നിക്കാൻ നോക്കിയതും മഹാലക്ഷ്മിയെ വിവാഹത്തിന് മുമ്പ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതും എല്ലാം അവൻ്റെ സ്വഭാവം നന്നായതുകൊണ്ടാണോ? അവൻ്റെ സ്വഭാവം ഒരിക്കലും നന്നാവില്ല. അതിനുള്ള തെളിവാണ് അവനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ്റെ സ്വഭാവം പഠിക്കുന്ന സമയത്തെ മോശമാണെന്നുള്ളത് എനിക്കും ഉണ്ണിക്കും അനന്തുവിനും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും മഞ്ജുവിന് അവനെ
ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഇവൻ വലുതാവുമ്പോൾ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ഇവനക്ക് ഇത്രയും പ്രായമായിട്ടും ഒരു മാറ്റമില്ല അവൻ്റെ സ്വഭാവത്തിൽ. ഒരു ഉണക്കക്കമ്പിന് തുണി ചെറ്റിയത് കണ്ടാലും അവൻ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരുത്തനെ എന്ത് വിശ്വസിച്ചാൽ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുക? അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മഞ്ജു അത് കേട്ടുകൊണ്ട് മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മഞ്ജു അപ്പം തന്നെ പറയുന്നുണ്ട്, അത് തീരുമാനിക്കേണ്ടത് കണ്ണേട്ടനല്ലല്ലോ, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനല്ലേ മേഘേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പോണത്. മേഘേട്ടന് എന്തു കുഴപ്പമുണ്ടെങ്കിലും ഞാനത് സഹിച്ചോളാം. കണ്ണേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ മേഘേട്ടനെ അല്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കില്ല. കണ്ണേട്ടൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ മേഘേട്ടനെ കല്യാണം കഴിച്ചിരിക്കും. അതിന് ആരും തടസ്സം പറയണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ വെട്ടി തുറന്ന് പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് നീ മേഘനാഥനെ കല്യാണം കഴിച്ചാൽ ഒരു 5 പൈസ സ്ത്രീധനമായിട്ട് നിനക്ക് കിട്ടില്ല, ഞാൻ തരില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു കണ്ണൻ്റെ മുഖത്തടിച്ച് ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ വാമദേവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ 5 പൈസ പോലും സ്ത്രീധനം കൊടുക്കില്ല, മേഘനാഥൻ്റെ കൂടെ വെറുതെ കല്യാണം കഴിച്ച് കൊടുക്കുകയുള്ളൂ, സ്വർണ്ണമോ ആഭരണങ്ങളോ പൈസയോ ഒന്നും കൊടുക്കില്ല എന്ന് കേൾക്കുമ്പോൾ വാമദേവനും അതുപോലെ തന്നെ ദുർഗയ്ക്കും മഞ്ജുവിനൊക്കെ ഭയങ്കര ഒരു ഷോക്ക് പോലെ ആവുന്നുണ്ട്. അങ്ങനെ മഞ്ജുവൊക്കെ ഒരു ഷോക്കിൽ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം.